ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവമ്മയുടെ ശിഷ്യ ശ്രേയയോടും ഹേമാവതിയോട് പറയും, ഗൗരിയെ നിയന്ത്രിക്കാൻ വേണ്ട താളിയോല ഗുരുവമ്മ എനിക്കായി എത്തിച്ചു തന്നിട്ടുണ്ട്. ഒരു വലിയ പൂജ തന്നെ ഇവിടെ നടത്തേണ്ടി വരും. അപ്പോൾ ഹേമാവതി പറയും, എന്ത് പൂജ വേണമെങ്കിലും നടത്താം, ഞങ്ങൾക്ക് ആ ഗൗരിയുടെ ശല്യം ഒന്ന് അവസാനിപ്പിച്ച് തന്നാൽ മതി. നമുക്കിനി സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് ഹോമം ആരംഭിക്കാം. ശരി എങ്കിൽ ഏറ്റവും അടുത്ത നല്ല സമയം നോക്കി നമുക്ക് പൂജ തുടങ്ങാം. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് ഗംഗ വിചാരിക്കും, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇത്രയും വഴി കേൾക്കേണ്ടി വരുന്നത് എന്താണ്? അറിഞ്ഞുകൊണ്ട് ആഹാരത്തിൽ വിഷം ചേർക്കാൻ മനുഷ്യത്തുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോഴാണ് നകുൽ അതുവഴി വരുന്നത്. അത് ഗംഗ കാണാണ് കേട്ടോ. അപ്പോൾ ഗംഗ വിചാരിക്കും, നകുൽ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഗംഗ നകുലിന്റെ പുറകെ പോവുകയാണ്. ഗംഗ പോകുന്നത് കാണുമ്പോൾ മഹി ഗംഗ എവിടേക്കാണ് പോകുന്നതെന്നറിയാം ഗംഗയുടെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. നകുല് പോകുന്നത് മഹി കാണുന്നുണ്ട്. അപ്പോൾ മഹി വിചാരിക്കും, ഗംഗ നകുലിന്റെ പിന്നാലെയാണല്ലോ പോകുന്നത്. അതേസമയം ദേവയാനിയുടെ റൂമിലെത്തിയ നകുല് ദേവയാനിയെ തലയണം വെച്ച് മുഖത്ത് അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഗംഗ റൂമിലേക്ക് കയറി വരുന്നത്. അത് കാണുന്ന ഗംഗ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആന്റി വിടട എന്ന് പറഞ്ഞിട്ട് നകുലിനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. നകുൽ ഗംഗയെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. ഗംഗ പോയി വീണത് മഹിയുടെ ദേഹത്താണ്. അപ്പോൾ ഗംഗ മഹിയോട് പറയും, ആന്റിയെ രക്ഷിക്കും മഹിയേട്ടാ. അപ്പൊ മഹി നകുലിനെ നല്ലതുപോലെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ലടാ, നീ ജയിലിൽ കിടന്നാൽ മതി, പോലീസിനെ വിളിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ നകുല് പറയും, പോലീസിനെ വിളിക്കരുത് മഹി. ഇത് കേട്ടതും ഗംഗ നകുലിനൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, മിണ്ടരുത്. അതേസമയം ഗൗരിയുടെ അമ്മ ഗോകുലിനോട് പറയും, ഒരാളെ ആ വീടിന് മുമ്പിൽ അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ നീ നിർത്തണം. എപ്പോഴെങ്കിലും ഗംഗ മാളുവിനെ കൊണ്ട് പുറത്തു പോയാൽ അവളെ തട്ടിക്കൊണ്ടുപോയി 1-2 ദിവസം സുരക്ഷിതമായി താമസിപ്പിക്കണം. ആ സംഭവം പോലീസിൽ കേസാക്കണം. അതുമതി ഗംഗയുടെ അടുത്ത് മാളു സേഫ് അല്ല എന്ന് തെളിയിക്കാൻ. ആ പോയിന്റ് വെച്ച് കുഞ്ഞിനെ നമുക്ക് നിയമപരമായിട്ട് സ്വന്തമാക്കാം. കുഞ്ഞിനെ തട്ടിയെടുത്ത് താമസിപ്പിക്കുന്ന ആ 2 ദിവസം അവളെ വിഷമിപ്പിക്കാതെയും വേദനിപ്പിക്കാതെയും നോക്കണം. കേസ് രജിസ്റ്റർ ചെയ്താൽ സുരക്ഷിതമായിട്ട് അവളെ തിരിച്ചു എത്തിക്കണം. അപ്പോൾ ഗോകുല് പറയും, അമ്മ പറഞ്ഞത് നല്ല ഐഡിയ ആണ്, ഇത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഗോകുല് അതിനുവേണ്ട ആൾക്കാരെ ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേസമയം പോലീസ് വന്നിട്ട് നകുലിനെ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് SI നകുലിനോട് ചോദിക്കും, നീ എന്തിനാണടാ മേഡത്തിനെ കൊല്ലാൻ നോക്കിയത്? അപ്പോൾ ദേവയാനി പറയും, പറ നകുലേ, ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കിയത്? അപ്പോൾ നകുല് പറയും, ഞാൻ ഈ ചെയ്തതെല്ലാം ഗംഗയ്ക്ക് വേണ്ടിയാണ്, ഗംഗയെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. മഹിയുടെ അമ്മ മരിച്ചാൽ മഹി ഗംഗയെ ഉപേക്ഷിക്കും. അപ്പോൾ എനിക്ക് ഗംഗയെ സ്വന്തമാക്കാൻ കഴിയും. എനിക്ക് ഗംഗയില്ലാതെ ജീവിക്കാൻ വയ്യ. എനിക്ക് ഗംഗയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോഴേക്കും പോലീസ് നകുലിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയും, എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റയൊരുത്തിയാണ്. ഇവൾ എനിക്ക് വിഷം തന്നിട്ടും ഞാൻ മരിക്കാത്തത് കൊണ്ട് ഇവളുടെ ആദ്യത്തെ കാമുകനെ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ മഹി പറയും, അമ്മയെ ഇപ്പോൾ രക്ഷിച്ചതേ ഞാനല്ല, ഗംഗയാണ്. അമ്മയെ നകുൽ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആദ്യം വന്ന് തടഞ്ഞത് ഗംഗയാണ്. അതിനുശേഷമാണ് ഞാൻ എത്തിയത്. ഗംഗയ്ക്ക് ജ്യൂസിൽ വിഷം ചേർത്ത് അമ്മയെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശം ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ നിന്ന് അതിശയിപ്പിച്ച് ആട്ടിവിട്ട ഗംഗയ്ക്ക് അമ്മയെ രക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മയ്ക്ക് ഗംഗ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആരോ അതിൽ ഗംഗ അറിയാതെ വിഷം ചേർത്തിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും ഗംഗയെ. അപ്പോൾ ഗംഗ പറയും, മഹിയേട്ടൻ എന്നെ മനസ്സിലാക്കിയാലോ, എനിക്കത് മതി. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയും കൂട്ടി മഹിയും ഗംഗയും കൂടി വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഗംഗ പറയും, മരുന്നെല്ലാം ഞാൻ റൂമിൽ കൊണ്ടുവയ്ക്കാം ആൻറ്റി. ഇത് കേൾക്കുമ്പോൾ ഹേമാവതി ചോദിക്കും, ഗുളിക എന്തെങ്കിലും മാറ്റി വെക്കാനാണോ? വിഷം കൊടുത്തിട്ട് ഫലം കണ്ടില്ലല്ലോ. അപ്പം മഹി പറയും, ഗംഗയാണ് ഇന്നലെ രാത്രി അമ്മയുടെ ജീവൻ രക്ഷിച്ചത്. നകുൽ വന്ന് അമ്മയെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ അറിഞ്ഞതല്ലേ? അപ്പോൾ ശ്രേയ പറയും, അതൊക്കെ ഇവൾ അവനും കൂടെ പ്ലാൻ ചെയ്തതായിരിക്കും മഹിയേട്ടാ. അപ്പം മഹി പറയും, ആരൊക്കെയാണ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നേ പോലീസ് നകുലിനെ കൊണ്ട് പറയിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് മഹി ഗംഗയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹേമാവതി ദേവയാനോട് പറയും, കഷ്ടമായി പോയല്ലോ നാത്തൂനെ, ഗംഗയെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ അവൾ ഹീറോ ആയി. അപ്പോൾ ദേവയാനി പറയും, അതെ അതെ, വിഷം കഴിച്ചത് വെറുതെ ആയി. ആ നകുലാണ് എല്ലാം കൊളാക്കിയത്. അവൻ ഗംഗയെ സ്വന്തമാക്കാനാണ് എന്നെ കൊല്ലാൻ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രേയ പറയും, അവൻ വന്നത് എന്തിനാണെങ്കിലും അതോടെ എല്ലാ പ്ലാനും വെള്ളത്തിലായില്ലേ ആൻറ്റി? അപ്പോൾ ദേവയാനി പറയും, അതെ, ഒരു വിധത്തിൽ മഹി അവളെ നിന്ന് അവിശ്വസിച്ച് വന്നതായിരുന്നു. അതിനിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ഹേമാവതി പറയും, ആ ഗംഗയ്ക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ്. അവൾക്ക് എന്തോ കൂടോത്രോ കുനിഷ്ഠ പരിപാടിയുണ്ടെന്ന് ഞാൻ പറയാറില്ലേ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുമോ? അപ്പോൾ ശ്രേയ പറയും, അമ്മ പറയുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്.
നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഇങ്ങനെയായാൽ അവളുടെ മുറിയിൽ ഞാൻ ബോംബ് വെച്ച് പൊട്ടിക്കും. പിന്നെ നമ്മളും കൂടെ ആ കൂട്ടത്തിൽ ചാവില്ലേടി. എന്നാലെങ്കിൽ അവൾ ചാവുമെന്ന് അറിയാലോ അമ്മേ. അപ്പോൾ ഹേമാവതി പറയും, നീ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഐഡിയ അല്ലേ നാത്തൂനും ചെയ്തത്? അവളെ പുറത്താക്കാൻ സ്വയം വിഷം കഴിച്ചു. എന്നിട്ട് എന്തായി? ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ സീരിയസ് ആണെന്നും ഒന്നും പറയാൻ പറ്റില്ല എന്നും. അപ്പോൾ ദേവയാനി പറയും, ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതെന്താ? ആ വിഷം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ അത് ശ്രേയയുടെ കയ്യിൽ കൊടുത്തത്. അതിൽ നിന്ന് 2 സ്പൂൺ മാത്രമല്ലേ ശ്രേയ ചേർത്തത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ശ്രേയ മനസ്സിൽ പറയും, ഓ അതുകൊണ്ടാണല്ലേ ഞാനത് മുഴുവൻ ചേർത്തിട്ടും ഈ സ്ത്രീ പുള്ളും ഇങ്ങനെ പയറ് പോലെ നിൽക്കുന്നത്. എന്നിട്ട് ആൻറ്റിയോട് ദേവയാനിയോട് പറയും, ഓ ആൻറ്റിയുടെ ഒരു ബുദ്ധി. എന്നാലും ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു പോയി ആൻറ്റി. എന്നാൽ ആൻറ്റി ഇനി പോയിട്ട് റെസ്റ്റ് എടുത്തോ. അപ്പോൾ ദേവയാനി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹേമാവതി ശ്രേയോട് പറയും, 2 പേർക്ക് കടിമേച്ചിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്മുടെ സംശയം ശരിയല്ലേ അമ്മേ? ആ തള്ളയ്ക്കൊക്കെ ഒടുക്കത്തെ ബുദ്ധിയാണ്. പോയ്സണിൽ വെള്ളം ഒഴിച്ചിട്ടാണ് തന്നതെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ഹേമാവതി പറയും, അതെ, നമ്മൾ മനസ്സിൽ കാണുന്നതേ നാത്തൻ മാനത്ത് കാണും. എന്നാലും ആ ഗംഗ രക്ഷപ്പെട്ടത് കഷ്ടമായി പോയി. അപ്പോൾ ശ്രേയ പറയും, മഹിയേട്ടൻ ഗംഗയെ സംശയിച്ച കാര്യം ഞാൻ നകുലിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ദേവയാനി മരിച്ചാൽ മഹിയേട്ടൻ ഗംഗയെ ഉപേക്ഷിക്കുമെന്നും പുറത്താക്കുമെന്നും ഞാൻ അവനോട് പറഞ്ഞു. അതാണ് നകുൽ ആൻറ്റിയെ കൊല്ലാൻ ഹോസ്പിറ്റലിൽ വന്നത്. ആൻറ്റിയെ ഗംഗ വന്ന് രക്ഷിക്കുമെന്നോ അത് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നോ ഞാൻ ഓർത്തില്ല അമ്മേ. അപ്പോൾ ഹൈമാവതി പറയും, ഓ അത് ശരി, നമ്മൾ പരാജയപ്പെട്ടതിന് പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറയുന്നതാ ശരി എന്ന് പറഞ്ഞിട്ട് ഹേമാവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മാളുവിനെ ഗംഗ ഒരുക്കുന്നതാണ്. മഹിക്ക് ഓഫീസിൽ പോകാൻ തിരക്കുള്ളത് കാരണം മഹി മാളുവിനെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കാൻ നിൽക്കാതെ മാളുവിനെ സ്കൂൾ ബസ്സിൽ വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. പിന്നെ ഗംഗ മാളുവിനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടി വരികയാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും സ്കൂൾ ബസ് പോയിരിക്കുകയാണ്. അപ്പോൾ മാള് പറയും, സ്കൂൾ ബസ് പോയതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ ഗംഗേ? അപ്പോൾ ഗംഗ പറയും, അതെന്തായാലും വേണ്ട, ഒരു ഓട്ടോ വിളിച്ച് മാളുവിനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. ഇവർ ഈ ചെയ്യുന്നതെല്ലാം ഗോകുൽ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഗംഗ മാളുവിനെയും കൊണ്ട് ഓട്ടോയിൽ കയറിപ്പോയ കാര്യം ആ ഗുണ്ടകൾ ഗോകുലിനെ വിളിച്ച് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോകുൽ പറയും, ഇതാണ് അവസരം. ഗംഗ അറിയാതെ കുഞ്ഞിനെ പൊക്കാൻ അവസരം കിട്ടിയാൽ ആ നിമിഷം തന്നെ പൊക്കണം. ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ഗംഗ പോകുന്ന ഓട്ടോ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗോകുൽ പറഞ്ഞത് പ്രകാരം അവർ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ അടച്ചിടുന്നുണ്ട് കേട്ടോ. മാളു രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പിന്നെ പ്രോമോയിൽ കാണിക്കുന്നത് നകുല് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ്. അതേസമയം ഗുരുവാമ്മയുടെ ശിക്ഷ ഹോമം നടത്തി ഗൗരിയെ തളയ്ക്കുന്നുണ്ട്. ഗൗരി ബന്ധനാവസ്ഥയിൽ കിടന്ന് കരയുന്നതും പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ഗൗരിക്ക് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ, മാളുവിനെ ആര് രക്ഷിക്കുക എന്നൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.